താത്താന്റെ മുക്കാൽ കുണ്ടിയും എന്റെ ഷോൾഡറിലാണ്. ഞാൻ ലാലേട്ടനെ പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയദർശിനി ബസ്സിൽ കയറി കഷ്ടപ്പാട് അനുഭവിച്ച ഒരു പെൺകുട്ടിയുടെ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് കണ്ടു വരാം. ഇന്ന് ആരാണ് രഘുവിന്റെ ഗസ്റ്റ്? ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനുണ്ടല്ലോ ഒരു പരീക്ഷണം എന്നുള്ള രീതിക്ക് നമ്മുടെ സർക്കാർ കൊടുക്കുന്ന സൗജന്യ പ്രിയദർശിനി യാത്രയുണ്ടല്ലോ, സ്ത്രീകൾക്ക് സൗജന്യ പ്രിയദർശിനി യാത്ര. ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസല്ല, കള്ളാസ്. ഞാനും ചെറുതായിട്ട് ഇന്നൊന്ന് യാത്ര ചെയ്തു. ഒരു കാര്യം ഉണ്ടായിട്ടല്ല. നീ ജീവിച്ചിരിപ്പുണ്ടോ? ഞാനൊന്ന് യാത്ര ചെയ്തു. പൊതുവേ ഞാൻ മുന്നേ കോളേജിലൊക്കെ KSRTC തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഇന്ന് പ്രിയദർശിനി ബസ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, എന്റെ ദൈവമേ. നിങ്ങളൊരു അഡ്വഞ്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രിയദർശിനിയിൽ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. ഞാൻ ബന്ദിയോട് മുതൽ കാസർഗോഡ് വരെയാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരക്ക് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ സംശയം ഒന്ന് തീർക്കണമല്ലോ. ഞാൻ കുമ്പളവടിക്കും പാലക്കുന്ന് ഭരണിക്കും അങ്ങനെ ഒരു തിരക്ക് കണ്ടിട്ടുള്ളൂ. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ TV കാണുന്ന തിരക്കില്ലേ, അമ്മാതിരി തിരക്കാണ് ഒരു ബസ്സില്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഇരുന്നതിന്റെ ഈ സൈഡിൽ ഇരുന്ന താത്താന്റെ മുക്കാൽ കുണ്ടിയും എന്റെ ഷോൾഡറിലാണ്. ഞാൻ ലാലേട്ടനെ പോലെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള താത്താന്റെ ഫുൾ കുണ്ടിയും എന്റെ തൊടയിലാണ്. നീ എന്താടാ ജോമോനെ ഇങ്ങനായി പോയേ? ഇത് ഞാൻ തൊട ഇങ്ങനെ ഇടക്ക് അനക്കുമ്പോ പോലും അവര് മൈൻഡ് ചെയ്യുന്നില്ല. നല്ല വസ്ത്രം കേട്ടോ, വഷളത്തരം തന്നെ ആളെ പറയണത്. മൈൻഡ് ചെയ്താൽ ഞാൻ എണീക്കേണ്ടി വരുമല്ലോ, എന്റെ തൊടയിൽ എണീക്കേണ്ടി വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാണ് ഓരോ സ്റ്റോപ്പിലും, ചേച്ചി അടുത്ത ബസ് പ്രിയദർശിനി തന്നെ വരുന്നുണ്ട്, ഇതിൽ സ്ഥലമില്ല. ഇനി ഒരു വാക്ക് മുണ്ടിയ അടിച്ചെന്റെ ഔത്തറച്ച് കിടക്ക് ഞാൻ. മാറി നിൽക്കട മുണ്ടക്കൽ ശേഖര എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ത്രീകൾ തടിച്ചു കയറുന്നത്. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതൊരു അന്ത്യമില്ലേ? തിരക്കെന്ന് പറഞ്ഞ അമ്മാതിരി തിരക്കാണ്. വേറൊരു കോമഡി കേൾക്കണോ? എന്താണ് അവളുടെ ഉദ്ദേശം എന്ന് ഒരു പിടിയും കിട്ടുന്നത്. ഫ്രീ യാത്രക്കിടയിൽ ഞാൻ ഇരുന്ന സീറ്റിലിരുന്ന ആളായിരിക്കണം. ആ ബോട്ടിന്റെ ഒരു എയർപോർട്ട് മറന്നു വെച്ചു പോയി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കുന്ന സമയത്ത് 800 റുപ്പീസ് എങ്ങനെ അതിന് പ്രൈസ് ഉണ്ട്. ഞാൻ കണ്ടക്ടർ അതിൽ കൊടുത്തിട്ട് പറഞ്ഞു, ചിലപ്പം ഒരു KSRTC വരുമായിരിക്കും, പരുതിയിട്ട് നിങ്ങൾ അവിടെ കൊടുത്താൽ മതി. അയാൾ എന്നെ ഇങ്ങനെ തലക്ക് കൈ വെക്കുന്നു. നിങ്ങൾ ഈ എത്ര കൂടിപ്പോയ 800 രൂപയെന്ന് എന്തായാലും മംഗലാപുരത്തുനിന്ന് കാസർഗോഡേക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു ഫ്രീ ടിക്കറ്റിന് വേണ്ടിയിട്ട് ബോട്ടിന്റെ എയർപോർട്ട് അടക്കം വെച്ച് മറന്നു പോകുന്ന സ്ത്രീകളുണ്ട്. ഇയാൾ ആരാന്ന വിചാരം? മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ താനാരെ? ജോർജ് ബുഷോ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇങ്ങനെ ഒരു സൗജന്യ യാത്ര? ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. നിങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യവും ഇല്ലാണ്ട് വെറുതെ ഒന്ന് യാത്ര ചെയ്യും. ഞാൻ ഇന്ന് പരീക്ഷിച്ചേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അങ്ങനെ ഇത് എന്റെ ഭഗവാനെ, ഇടക്ക് ഇറങ്ങാനും പറ്റില്ല. നമ്മളൊന്ന് ഇറങ്ങാന്ന് വെച്ചാൽ അതും പറ്റില്ല. അത്രക്ക് ജനങ്ങളാണ് ഈ പ്രിയദർശിനി ബസ്സില്. എന്നിട്ട് ഇങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നതെന്ന് ദൈവത്തമ്പുര. വെറുതെ ആയിരിക്കും, വെറുതെ ഫ്രീ അല്ലേ, പോയിട്ട് വരാം എന്നുള്ള ഒരു ഇതിന്റെ കോൺസെപ്റ്റിന്റെ പുറത്തായിരിക്കും. നിങ്ങള് ഇത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സർക്കാരിനോടാണ് ഞാൻ പറയുന്നത്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? അർഹതയുള്ളവർക്ക് നിങ്ങൾ സൗജന്യ യാത്ര കൊടുത്തോളൂ, ആർക്കും ഒന്നും പറയാനില്ല. ഇതൊക്കെ ഇനി 1000 ആനയും അതിന്റെ തോട്ടിയും തരാന്ന് പറഞ്ഞാലും ഞാനില്ല പ്രിയദർശിനിക്ക്. എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഞാനൊന്നും പറയുന്നില്ലേ. ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും കാലിടാൻ വരരുത്. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ട്രോൾ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, ബൈ ബൈ.